നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ അങ്ങനെ വീണ്ടും ഇതാ ഇറങ്ങുകയാണ്. ഇനി എന്തു വന്നാലും ശരി, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെന്ന് ഒരിക്കൽ പറയും, അടുത്ത അതേ നിമിഷം തന്നെ പറയും ഞങ്ങൾ 14 പോയിന്റ് മുന്നോട്ട് വയ്ക്കും, യുദ്ധത്തിന് തയ്യാറല്ല എന്നും പറയും. എന്നാൽ അമേരിക്കയുടെ മൂക്കിന് താഴെ കിടന്ന് വമ്പൻ കളികൾ കളിക്കുകയും ചെയ്യും. ഇറാന്റെ ആവശ്യങ്ങളിലും നിർദ്ദേശങ്ങളിലും അമേരിക്ക തൃപ്തരല്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകി മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ. അമേരിക്കയുമായി വീണ്ടും ഒരു സംഘടനത്തിന് സാധ്യതയുണ്ട് എന്നും അമേരിക്കയുടെ ഏത് മണ്ടത്തരങ്ങളെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും ഇറാനിൻ സെൻട്രൽ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജാഫർ ആസാദി പറയുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം ആരംഭിച്ചേക്കുമെന്ന സാധ്യതകളെക്കുറിച്ച് ഇറാന്റെ ഫാൻസ് ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ ചർച്ചാ നിർദ്ദേശത്തിൽ തൃപ്തനല്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അമേരിക്കയുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച പറഞ്ഞു. ഇനി ഇറാനുമായി ശത്രുതയോ സൈനിക നടപടിയോ ഇല്ലെന്ന ട്രംപിന്റെ പ്രസ്താവന അവർ തന്നെ സൃഷ്ടിച്ച കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളതാണെന്നും ഇറാൻ പറയുന്നു. അമേരിക്കയുടെ ഏതൊരു സാഹസികതയ്ക്കും വിഡ്ഢിത്തരത്തിനും മറുപടി നൽകാൻ ഇറാൻ പൂർണ്ണ സജ്ജരാണെന്നാണ് ഇറാൻ പറയുന്നത്. പ്രകോപനത്തിന് മുതിർന്നാൽ വെറുതെ വിടില്ലെന്നും ഇറാൻ സൈനിക വക്താവ് പറയുന്നു. കഴിഞ്ഞ ദിവസം മധ്യസ്ഥന്മാരായ പാകിസ്ഥാൻ വഴി ഇറാൻ പുതിയ കരട് രേഖ കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് നടത്തിയ പരാമർശവും ഇതിനിടെ ചർച്ചയായിരുന്നു. നമുക്കവരെ തകർത്തു തരിപ്പണമാക്കണോ അതോ ഒരു കരാറിന് ശ്രമിക്കണോ എന്നായിരുന്നു ട്രംപ് അമേരിക്കൻ മാധ്യമങ്ങളോട് ചോദിച്ചത്. ഇതിന് പിന്നാലെ മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ആദ്യ ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ചർച്ചകളിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും എന്നാലും സമാധാനത്തിന്റെ പേരിൽ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇറാൻ ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ പറയുകയാണ്. ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി സാരമായി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇറാനിൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന US നാവികസേന ഒരു തരം കടൽ കൊള്ളക്കാരായി മാറിയെന്നായിരുന്നു ഈ മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് തമാശ രൂപേണ ട്രംപിന്റെ ന്യായീകരണം. ഏതായാലും ചെറിയൊരു സമാധാന കാലയളവിൽ നിന്നും വീണ്ടും യുദ്ധമുഖത്തേക്ക് എന്ന സൂചനകളാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ 14 ഇന സമാധാന നിർദ്ദേശം അമേരിക്കയ്ക്ക് കൈമാറി. പാകിസ്ഥാൻ മുഖേനയാണ് ഈ നിർദ്ദേശം ട്രംപ് ഭരണകൂടത്തിന് കൈമാറിയത്. ട്രംപ് സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ച 9 സമാധാന ചട്ടക്കൂടിനുള്ള മറുപടിയായാണ് ഇറാന്റെ ഈ നീക്കം. ലോകത്തിലെ എണ്ണ വാതക നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലടക്കം പുതിയ ഭരണ സംവിധാനം വേണമെന്ന നിർണായകമായ ആവശ്യമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. US സൈന്യത്തെ മേഖലയിൽ നിന്ന് പിൻവലിക്കുക, നാവിക ഉപരോധം അവസാനിപ്പിക്കുക, ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും യുദ്ധം നിർത്തുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇതുകൂടാതെ ഇറാൻ മേഖലയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുക, യുദ്ധനഷ്ടപരിഹാരം നൽകുക എന്നീ കാര്യങ്ങളും ഈ 14 ഇന പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക മുന്നോട്ട് വെച്ച 2 മാസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശത്തിന് പകരം 30 ദിവസത്തിനുള്ളിൽ എല്ലാ വിഷയങ്ങളിലും അന്തിമ തീരുമാനം എടുക്കാമെന്ന് ഇറാന്റെ നിലപാടുണ്ട്. നയതന്ത്രപരമായ ഒത്തുതീർപ്പിനാണോ അതോ തുറന്ന യുദ്ധത്തിലേക്കാണോ നീങ്ങേണ്ടതെന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാമെന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഗരീബാബാദി വ്യക്തമാക്കി. പന്തിപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ് എന്നും സമാധാനത്തിന്റെയോ പോരാട്ടത്തിന്റെയോ പാത തിരഞ്ഞെടുക്കേണ്ടത് അവരാണെന്നും അദ്ദേഹം നയതന്ത്രജ്ഞരോട് പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി ഏത് സാഹചര്യത്തെയും നേരിടാൻ സന്നദ്ധമാണെന്നും ഇറാൻ അറിയിച്ചു. എന്നാൽ ഇറാന്റെ ഈ പുതിയ നിർദ്ദേശത്തെ ട്രംപ് ഭരണകൂടം വലിയ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ വലിയ വില നൽകേണ്ടില്ലെന്നും അതിനാൽ ഈ കരാറ് സ്വീകാര്യമാണെന്നും കരുതുന്നില്ലെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചു. അതേസമയം തന്നെ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്.
ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ ഉപരോധത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പുഷ്പം പോലെ തകർത്തെറിഞ്ഞ ഇറാന്റെ സൂപ്പർ ടാങ്കർ ഏഷ്യ പസഫിക് മേഖലയിൽ എത്തി. $220 മില്യൺ, ഏകദേശം 1800 കോടിയിലധികം രൂപ ചെലവാക്കിയാണ് 19 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായാണ് നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ ഹ്യൂജ് എന്ന കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ലോകം മുഴുവൻ നിരീക്ഷിച്ചിട്ടും US നാവികസേനയുടെ കണ്ണുവെട്ടിച്ച ഇറാൻ നടത്തിയ ഈ നീക്കം വൻ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കപ്പലുകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം മാർച്ച് 20 മുതൽ ഹ്യൂജ് പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച് സിഗ്നലുകൾ നിലച്ച കപ്പൽ പിന്നീട് ആഴ്ചകളോളം അപ്രത്യക്ഷമായിരുന്നു. ഉപഗ്രഹങ്ങളുടെയും US നാവികസേനകളുടെയും കണ്ണുവെട്ടിക്കാൻ കപ്പലുകൾ സ്വീകരിക്കുന്ന ഡാർക്ക് ആക്ടിവിറ്റി എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റിയത്. ഒടുവിൽ ഇന്തോനേഷ്യയിലെ ലോബോക്സ് കടലിടുക്ക് വഴി തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിലേക്ക് കടന്ന കപ്പൽ റിയാവു ദ്വീപ സമൂഹത്തിന് സമീപം എണ്ണ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹോർമോസ് കടലിടുക്കിൽ തങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ഉപരോധം വൻ വിജയമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിക്കുമ്പോഴാണ് ഈ തിരിച്ചടി. ഏപ്രിൽ 13 ആരംഭിച്ച US നാവിക ഉപരോധം പാളി എന്നാണ് ഇറാന്റെ അവകാശവാദം. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ മാത്രം തങ്ങളുടെ 52 കപ്പലുകൾ ഉപരോധം മറികടന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ വെളിപ്പെടുത്തുന്നു. എന്നാൽ തങ്ങൾ ശക്തമായി തന്നെ രംഗത്തുണ്ടെന്നാണ് US സൈന്യത്തിന്റെ വാദം. ഉപരോധം തുടങ്ങിയ ശേഷം 41ഓളം കപ്പലുകളെ തടയാൻ കഴിഞ്ഞെന്നും ഇതുവഴി ഇറാന് $4.8 ബില്യൺ നഷ്ടം വരുത്തിയെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. എണ്ണ വരുമാനം പൂർണ്ണമായും തടഞ്ഞ് ഇറാനെ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് ഹ്യൂജ് ടാങ്കറിന്റെ ഈ മാസ് എൻട്രി വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്.